അസ്സലാമലൈക്കും. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് മസാല ദോശ. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുന്ന അതേപോലെ ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് വീട്ടിൽ വെച്ച് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ മസാല ദോശ തയ്യാറാക്കാൻ അതിന് പ്രത്യേകമായിട്ട് ഒരു അരിയുണ്ട്, ഇഡലി അരി, പൊന്നി അരി എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് സാധാരണ പച്ചരി കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2.5 കപ്പ് പച്ചരി, ഇതിലേക്കായിട്ട് 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും സാധനമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകുക. 3-4 തവണ കഴുകുമ്പോഴാണ് വൃത്തിയായി വരുന്നത്. 4 മണിക്കൂർ ചുരുങ്ങിയത് സോക്കാനായിട്ട് മാറ്റി വെക്കുക. 4 മണിക്കൂറിന് ശേഷം അരിയും ഉഴുന്നുമൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ ഇവിടെ ഇത് അരച്ചെടുക്കുന്നത്. അരി ഉഴുന്നും കുതിർത്ത വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേങ്കിൽ ഞാനിവിടെ ചേർക്കുന്നത് പച്ചവെള്ളം തന്നെയാണ്. ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കണം കേട്ടോ. മസാല ദോശക്കുള്ള മാവ് തയ്യാറാക്കുമ്പോൾ ചെറിയൊരു ലൂസോട് കൂടിയിട്ടാണ് മാവ് തയ്യാറാക്കുന്നത്. തിക്കായിട്ട് വരരുത് കേട്ടോ. അരച്ച മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് വലിയൊരു പാത്രത്തിലേക്കാണ്. അതായത് പാത്രത്തിന്റെ പകുതിയിലും താഴെയായിട്ട് മാവ് അരച്ചത് നിൽക്കണം. അല്ലെങ്കിൽ മാമനൻ്റായി വരുമ്പോൾ പൊങ്ങി പുറത്തേക്ക് പോവാൻ സാധ്യത. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ച വെള്ളം നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ 2 ബാച്ചും അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മാവ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. ഇനി മാവ് മൂടി വെക്കണം 10-12 മണിക്കൂർ വരെ. എങ്കിലേ ഉള്ളൂ മാവ് നല്ല പോലെ ഫെർമെന്റായി വരികയുള്ളൂ. പുലർച്ചെ ഞാൻ മാവ് തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ ഉണ്ട്, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. ദോശ നല്ല പോലെ ക്രിസ്പി ആവാനും ദോശയുടെ പുറം ഭാഗം ഗോൾഡൻ കളർ വരുന്നതിനും ഈ പഞ്ചസാര ചേർക്കുന്നത് നമുക്ക് ഉപകരിക്കും. എന്ന് വെച്ച് പഞ്ചസാരന്റെ മധുരമൊന്നും ഇതിൽ കാണൂല കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. മസാല ദോശയിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണെങ്കിൽ 2 മതി, ചെറുതാണെങ്കിൽ 4 എടുക്കാൻ കേട്ടോ. ഈ കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കിഴങ്ങ് മൂടെ വെള്ളം ഒഴിച്ച് 4 വിസിൽ വരുന്നതിലെ വേവിച്ച കിഴങ്ങാണിത്. പിന്നീട് കിഴങ്ങ് പുറത്തെടുത്ത് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് ഗോൾഡൻ കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു കളർ മാറുമല്ലോ, ഇതിന് പച്ചമുളക് പോയിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് ഇതിലേക്കായിട്ട് 4 പച്ചമുളക് നീളത്തിൽ കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്കായിട്ട് മീഡിയം സൈസിലുള്ള 2 സവാള കഷ്ണങ്ങളാക്കിയതും ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സവാള ഉണ്ടല്ലോ, ഇത് ഗോൾഡൻ കളറിലേക്കൊന്നും വരരുത് കേട്ടോ. സവാള ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, കളറ് മാറുകയും ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്താൽ മതി. എന്നാൽ സവാളക്ക് വലിയൊരു മാറ്റങ്ങളൊന്നും വരില്ല. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്കായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ മസാലയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ചാണ് കേട്ടോ വേവിക്കുന്നത്. ഇനി ഈ മസാലയിലേക്കായിട്ട് നേരത്തെ പുഴുങ്ങി ഉടച്ചു മാറ്റി വെച്ച ഉരുളൻകിഴങ്ങുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്കായിട്ട് മൂടി വെച്ച് മാറ്റി വെക്കാം. ഇനി ദോശ തയ്യാറാക്കാം. ഇതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ശേഷം ചൂടിനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. ഇതുപോലെ മാവ് കോരി ഒഴിച്ച്
അടി പരപ്പുള്ളൊരു തവി കൊണ്ട് നല്ല പോലെ ചുറ്റിച്ചെടുക്കുക. ദോശയുടെ മുകളിലെ വെള്ളമയം മുഴുവനായും മാറിയതിനു ശേഷം അല്പം നെയ്യ് തടവി കൊടുക്കാം. ശേഷം സ്പൂണിന്റെ പിൻഭാഗം കൊണ്ട് ദോശയുടെ പൊങ്ങിയ ഭാഗമുണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അരികുവശം ഇതുപോലെ കളർ മാറി വന്നാൽ നമുക്ക് പതിയെ ഈ ദോശ ചുരുട്ടിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ദോശ ഓരോന്നും ചുട്ടു കഴിഞ്ഞാൽ പാനിലേക്ക് അല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ എന്തോ ഉണ്ടെങ്കിലും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. ഒരു മസാല ദോശ കഴിക്കണം എന്ന ആഗ്രഹം തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക? കടയിൽ പോയി കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരിക. ഇത് ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തയ്യാറാക്കാം. പച്ചരി ഏതുമായിക്കൊള്ളട്ടെ, ദോശ തയ്യാറാക്കി എടുക്കുന്നിടത്താണ് കാര്യം. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഇതുപോലെ മാവരച്ച് സെറ്റാക്കി വെച്ചാൽ നമുക്കും തയ്യാറാക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ. ഞാൻ മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ. അരി രണ്ടു വിധമാണെങ്കിലും ഞാൻ ഉണ്ടാക്കിയ മസാല ദോശയും കടയിലെ മസാല ദോശയും തമ്മിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ഈ പറഞ്ഞ മസാല ദോശയേക്കാളും ഞാൻ ഉണ്ടാക്കിയ മസാല ദോശയോടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.